നോക്കുമ്പോ ആ രഞ്ജിനി ഒരു കൊച്ചി അവനോട്ട് കുസ്തി പോയി. എന്തിനാണല്ലോ പോപ്പിൻസിന്റെ ഒരു ചുവന്ന മുട്ട കിട്ടിയിരുന്നത്. ചുമ്മാ ചുമ്മാ വീട്ടിൽ ഭർത്താവിന്റെ പേര് പേര് ഭർത്താവിന്റെ പേര് കുഞ്ഞൂരൊക്കെ ഞാൻ തപ്പി നടക്കുന്നുണ്ട്. മറ്റേ പുള്ളി പുള്ളി എനിക്ക് കൊട്ടേഷൻ തന്നിട്ടുണ്ട് കേട്ടാ. പുള്ളി പണി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ എന്ന് ഇവരെടുത്ത് ഇടിക്കുമെന്ന്. സാധാരണ നേരെ തിരിച്ചാ എനിക്ക് കൊട്ടേഷൻ തന്നിട്ടുണ്ട്. ഞാൻ പിന്നെ വെറുതെ അറിഞ്ഞോണ്ടായിരുന്നു വന്നത്. ഞാൻ അമ്മന്റെ കൂടെ ഉള്ളതുകൊണ്ടല്ല. അപ്പോ എല്ലാവരും കണ്ടല്ലോ ഇന്ന് എനിക്ക് വിരുന്നിന് എന്റെ ചെറുക്കൻ എന്നെ വിളിച്ചേക്കുക. എന്നെ ഭയങ്കര വലിയ ആരാധകരാണ്. അപ്പോ ഞാൻ അവന്റെ വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് വന്നേക്കാന്ന് വിചാരിച്ചു. എന്താണ് എന്താ ചിരിക്കുന്നത്? പോളെ ചിരിപ്പിക്കാതെ അണ്ണാ ചുമ്മാ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ. നേരത്തെ അവിടെ ചായ കുടിക്കാൻ പോയപ്പോ അവിടുത്തെ എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നു. ഇപ്പൊ ഇവിടുത്തെ എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നു. ഇപ്പൊ അണ്ണനും എന്നെ നോക്കി ചിരിക്കുന്നു. എന്തോ പ്രശ്നം എന്താന്നുള്ളതാ? അവിടുന്ന് ഇവിടെ വരെ ഷിപ്പിടാതെ വന്ന് ചിരിക്കൂലേ ഇവനേതവേനെ? അയ്യോ കേറി കേട്ടാ. ഈ മുണ്ട് ഭയങ്കര വിഷയമാണല്ലോ. ഊരിയങ്കളാ പിടിക്കേ മുണ്ടൊന്നുകൂടെ കെട്ടട്ടെ. എന്റെ അമ്മോ ഇന്നായിരിക്കും അല്ലേ? പിന്നില്ലേ ഇരിയമ്മ. 28 പോലീസ് കേസ്, 29, 8 പ്രാവശ്യം ജയിൽവാസം, 12 പ്രാവശ്യം. 2012 സ്ഥലം SI ബാബുവിനെ ഇടിച്ച് കിണറ്റിയിട്ട്. SI അല്ല CI. ഇത്രയ്ക്കും വലിയ ഗുണ്ടായ ഇരുമ്പാണി ബാസിന് എനിക്ക് എന്നാ വലിയ ആരാധനയാണെന്നറിയാവോ? ഇതൊക്കെ എന്ത്? അയ്യോ അണ്ണ, ഇത് പഴംപൊരി, ഇത് ചിക്കൻ, ഇത് ഇതൊക്കെ എന്ത് നിസ്സാര കേസെന്ന്. ഓ അങ്ങനെ അങ്ങനെ. ഇത് ചിക്കനല്ലേ? ചിക്കനാ. അച്ഛനും അമ്മയില്ല? എന്റെ പൊന്നെണ്ണ, നമ്മള് കടയിൽ ചെല്ലുമ്പോ 1 കിലോ കോഴി എന്ന് പറയും, അവര് തരും, നമ്മൾ വാങ്ങിക്കും. അല്ല ഇതിന് അച്ഛനുണ്ടോ അമ്മയുണ്ടോ അനാഥനാണോ നമുക്കെങ്ങനെ അറിയാനോ? നമുക്ക് അറിയത്തില്ല കാര്യം. എടാ മൊണ്ണെ, നിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടോ? ഓ അവര് പള്ളിയിൽ പോയേക്കുക. എന്താ വിശേഷിച്ച്? അവര് പറയുന്നത് ഞാൻ കണ്ണ് എത്തിക്കഴിഞ്ഞാൽ ഏതായാലും അലവലാതിനെ വീട്ടിൽ വിളിച്ചേറ്റ് ഭക്ഷണം കൊടുക്കുമെന്ന്. അയ്യോ അണ്ണനെയല്ല, അണ്ണൻ കഴി. അയ്യോ അണ്ണ ഇങ്ങനെ വെച്ചത് കണ്ണ് ഇറങ്ങിട്ടാടാ. അതല്ലെന്ന് അണ്ണൻ എങ്ങനെ ഇത്ര വലിയ സംഭവമായെന്ന്. ഓ അത് എന്റെ ശരിക്കുള്ള പേര് ഇരുമ്പാണി ബാസിനൊന്നല്ല. പിന്നെ എന്റെ ശരിക്കുള്ള പേര് കേട്ട് കഴിഞ്ഞാൽ എനിക്കാരും തല്ലാനും പറ്റൂല, ആരും എന്നെ പേടിക്കത്തില്ല. അണ്ണന്റെ യഥാർത്ഥ പേര് എന്തുവാണോ? യേശുദാസ്. എന്റെ അച്ഛൻ യേശുദാസിന്റെ ഭയങ്കര വലിയൊരു ആരാധകനായിരുന്നു. 5 മിനിറ്റ് കൂടുമ്പോ അച്ഛൻ യേശുദാസിന്റെ പാട്ട് TV വെച്ചിരുന്ന് കാണും. അതുകൊണ്ടാണ് എനിക്ക് യേശുദാസ് എന്ന് പേരിട്ടത്. അല്ല തന്റെ പേരെന്തുവാ? ഷക്കീല്. അപ്പൊ അച്ഛൻ അതൊക്കെ തന്നെ ഞാൻ പിന്നെ ഇങ്ങനെ പാട്ട് സംബന്ധമായിട്ടുള്ള സിനിമയൊന്നും അധികം കാണാറില്ല. എനിക്ക് ഈ മാർഷൽ ആർട്സിന്റെ സിനിമ കാണാനാണ് കൂടുതൽ താല്പര്യം. അതിന് പുള്ളി ഇപ്പോഴും സിനിമയിലുണ്ടോ? ആര്? മാർട്ടിനാശാൻ. എടാ മാർട്ടിനാശാനല്ല, മാർഷൽ ആർട്സ്. ഇടി. ഓ ഇടി. ഞാൻ ഈ സിനിമയൊന്നും അങ്ങനെ കാണാറില്ലെന്ന്. അതങ്ങനെ അച്ഛൻ TV പിടിവിട്ടിട്ടുണ്ട് മോന് കാണാൻ. അല്ല ഒരു മിനിറ്റ്, ഈ മുണ്ട് ഭയങ്കര വിഷയം. ഞാൻ ശരിക്കും പറയാൻ വന്ന അണ്ണനെ എനിക്ക് ഭയങ്കര വലിയൊരു അണ്ണ ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് എന്നിട്ട് റൈറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ലക്ഷ്മി സ്റ്റോർസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസ് കാണും. അവിടെ നല്ല വലിയ ഷഡ് കിട്ടും. കിട്ടണം. എനിക്കിട്ട് കൂടുതൽ ആക്കല്ലേ? നീ എന്താ പറയാൻ വന്നേ? അണ്ണൻ എനിക്ക് എന്നാ വലിയ ആരാധനയാണെന്നറിയോ? ഈ അനിയൻകുട്ടന്റെ കാര്യം. അയ്യേ എന്ത് പേര് വിളിച്ചേ? അനിയൻകുട്ടൻ. വിളിക്കല് പ്ലീസ്. അണ്ണ എന്നെ അങ്ങനെ വിളിക്കണ്ട. അനിയൻകുട്ടൻ. അണ്ണ അണ്ണനെ പോലെ ഒരു വലിയ ആളെ എന്നെ ഇങ്ങനെ, ഞാൻ ഒരു ചെറിയ ആളല്ലേ, അങ്ങനെ എന്നെ അനിയൻകുട്ടാന്നൊക്കെ വിളിക്കുമ്പോ അത് ശരിയാവില്ല. അണ്ണൻ എന്റെ മുഖത്ത് നോക്കി എന്നെ അനിയൻകുട്ടാന്ന് വിളിക്കണ്ട. എന്റെ മുഖത്ത് നോക്കി വിളിക്കണ്ടെന്ന് എനിക്ക് എന്തോ പോലെ ഒന്ന്. മുഖത്ത് നോക്കി വിളിക്കണ്ടെന്നല്ലേ പറഞ്ഞു? അനിയൻകുട്ടാ മുഖത്ത് നോക്കി വിളിക്കണ്ടെന്ന് പറഞ്ഞു. അണ്ണ ഞാൻ അതല്ല പറഞ്ഞത്. അണ്ണൻ എനിക്ക് ഭയങ്കര വലിയ ആരാധനയാണ്. അണ്ണനെ പോലെ ഒരാൾ എന്റെ മുഖത്ത് നോക്കി അനിയൻകുട്ടാന്ന് വിളിച്ച അണ്ണൻ വലിയൊരാളല്ലേ? അണ്ണൻ എനിക്ക് ഭയങ്കര വലിയ ആരാധനയാണ്. നിനക്ക് എന്താ എന്നോട് ഇത്ര വലിയ ആരാധന?
ഞാൻ അണ്ണനെ ഇവിടെ വെച്ചൊന്ന് ആരാധിച്ചോട്ടെ. വേണ്ട, അവിടെ വെച്ചൊന്ന് ആരാധിക്കണ്ട. അതല്ലെന്ന് അല്ലേ അന്ന് ഈ വീട്ടിനകത്ത് വെച്ച് ആരാധിച്ചോട്ടെ. നിനക്ക് എന്താ എന്നോട് ഇത്ര വലിയ ആരാധന? അമ്മ, ഞാൻ ശരിക്കും പറഞ്ഞ 4ാം ക്ലാസ്സിൽ പഠിച്ച സമയത്തായിരുന്നു അമ്മനെ ആദ്യമായിട്ട് കാണുന്നത്. ഓ, സയൻസ് ബുക്കിൽ വെച്ചായിരിക്കും. ഇനി സയൻസ് ബുക്കിലാണോ? എടാ, മറ്റേ മലമ്പനി ബാധിച്ച് വയറും തള്ളി എന്റെ കൊച്ചു കിട്ടില്ലേ, അത് എന്റെ ഫോട്ടോയാ. അണ്ണന്റെ കൂടെ ഞാനായിരുന്നത്. അണ്ണൻ എങ്ങനെ മലമ്പനി ബാധിച്ചേ? മലമ്പനി അല്ല, പിന്നെ സാധാ പനിയാ. ഈ അമ്മ പറഞ്ഞ് മലമ്പനി ആക്കിയതാ. അതിന്റെ അമ്മ പറഞ്ഞ് മലമ്പനി ആക്കിയത്? ഒരു കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ മലമ്പുഴ കുളിക്കാൻ പോയപ്പോഴായിരുന്നു അമ്മനെ ആദ്യമായിട്ട് കാണുന്നത്. മലമ്പുഴയോ? മലമ്പുഴയല്ല, സാധാ പുഴയാ. പിന്നെ എന്തിനും നീ മലമ്പുഴ എന്ന് പറഞ്ഞു? ഒരു കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വേണ്ട വേണ്ട, ആ ഒരു കളർ മതി. അങ്ങനെ ഞാൻ കുളിച്ചെല്ലാം കഴിഞ്ഞ് ജംഗ്ഷനിൽ ചെന്നപ്പോഴല്ലേ അണ്ണനും മറ്റേ ഏത് ഗുണ്ട വാസു കിട്ടുമ്പോ മുറ്റിയിടി ഉണ്ടാവേ. അയ്യോ, അന്നാണ് നീ എന്നെ ആദ്യമായിട്ട് കണ്ടത്. ഇല്ലേ, നിങ്ങൾ കേൾക്കണം, എന്നാ ഇടിയായിരുന്നെന്നറിയോ? ഞാൻ നോക്കുമ്പോ ആ ഗുണ്ട വാസുന്റെ കയ്യില് ഇത്രയും നീളമുള്ളൊരു വാള്. എന്റെ കയ്യിലാണ് ഒന്നുമില്ല. ഞാനെന്തോ ഇത് ഉടുത്തിരുന്ന് ഈ മുണ്ടൂരി അവന്റെ മുഖത്ത് നോക്കി ഒരൊറ്റ വീശ്, അവൻ അവിടെ തന്നെ വീണു. ആ മുണ്ടിൽ എന്തുമാത്രം വാടയുണ്ടായിട്ടായിരിക്കും ഒറ്റ വീശിന് വീണത്. പിന്നെ വേറൊന്നും ഞാൻ നോക്കിയില്ല. ഈ മുണ്ടെടുത്ത് അവന്റെ മുഖത്ത് ചുറ്റി ഒരൊറ്റ ബ്ലോക്ക്. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ ഒരു കരിഞ്ഞ മണം. അവന്റെ മൂക്കിലെ പൂട കരിഞ്ഞ മണമായിരിക്കും. അല്ലെന്ന് തിരിഞ്ഞു നോക്കി അവന്റെ ഭാര്യ ആർത്തുല്ലസിച്ച് തീപ്പന്തമായിട്ട് എന്റെ നേരെ ഇങ്ങനെ ഓടി ഇങ്ങനെ വരുവാ. പുള്ളിയുടെ വൈഫ് വല്ല പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഉല്ലാസ് പന്തളമായിട്ട് വരുന്നെന്ന് പറഞ്ഞു. എടാ, ഉല്ലാസ് പന്തളമല്ല, പിന്നെ തീപ്പന്തം ആർത്തുല്ലസിച്ച് തീപ്പന്തമായിട്ട് എന്റെ നേരെ വരുന്നു. തീപ്പന്തം. പിന്നെ അവന്റെ ഭാര്യ മക്കളെ ഓർത്ത് മാത്രം ഞാൻ അവനെ വെറുതെ വിട്ടു. അല്ലേലും അങ്ങനെ ഇച്ചിരി വിദ്യാഭ്യാസം ഉള്ളവരെ ഇങ്ങനെ കനിവൊക്കെ കാണിക്കത്തുള്ളൂ. അതെ 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 അതെ. അയ്യോ, അങ്ങനെ ഏതൊരു പിടിച്ച്? ഞാന് PG കഴിഞ്ഞ്. എന്റെ അമ്മോ, പോസിറ്റീവ് രാജിവെച്ചാൽ കഴിഞ്ഞ. എടാ, PG എന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തങ്കോട് ഗ്രാമപഞ്ചായത്ത്. അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് ഒരു ഓടിട്ട സ്കൂളുണ്ട്. അവിടെ 1ാം ക്ലാസ് വരെ പഠിച്ചു. അയ്യേ അണ്ണാ, എനിക്കൊരു ഡൗട്ട്. എന്ത്? അണ്ണൻ ആരെയും കൊന്നിട്ടുണ്ടോ? കൊന്നിട്ടുണ്ടോന്നോ? ഞാനൊരു ദിവസം ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. എന്തൊരു എരിവാടാ ചിക്കന് ഒരു നിൽക്കുന്നത്. ഞാൻ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയേ? അണ്ണൻ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് വന്നായിരുന്നു. ഞാൻ അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് പോടാ അവിടുന്ന്. ആറ്റിറ്റ്യൂഡ് അപ്പോ ഞാൻ അതൊന്നും പറയത്തില്ല. പ്ലീസ്, എനിക്ക് പിള്ളേരുടെ മനസ്സിലായതുകൊണ്ട് ഞാൻ ആരും ഇങ്ങനെ കൊന്നിട്ടുണ്ട്. അത് പറയാനാണ് ഇത്ര ബന്ധപ്പെട്ട് വന്നത്. അങ്ങനെ ആരെ വിളിക്കുന്നത്? ഹലോ, അതല്ല, താരെന്നെ വിളിച്ചാന്ന് കണ്ടോ? എനിക്ക് എങ്ങനെ കാണാൻ? അത് വീഡിയോ കോൾ അല്ലല്ലോ, സാധാ കോളല്ലേ. നീ ഒരു പെങ്കത്തിന്റെ കൂടി ഒളിച്ചോടാൻ പോവല്ലേ? അതെ, അവളുടെ അച്ഛനാണ് എന്നെ വിളിച്ചേക്കുന്നത്. എന്നെ പൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഷ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാ അത് ചെയ്തിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ. എന്ത് വിടത്തില്ല. നിങ്ങൾ എന്നെ പൂട്ടുന്നതിന് മുന്നേ അത് നിങ്ങളെ തന്നെ ഒന്ന് സ്വയം സംരക്ഷിക്കാൻ നോക്ക്. അതെന്ത്? നിങ്ങൾ ഇവിടെ വരുന്നതിന് മുന്നേ ആഹാരത്തിലും പലഹാരത്തിലും ഞാൻ ചെറുതായിട്ടൊരു വിമ്മ് കലക്കിയിട്ടുണ്ട്. എന്ത് വിമ്മ്? നിന്നെ ഞാൻ കാണിച്ചു തരാടാ. അയ്യേ, എനിക്കെന്നെ ഞാൻ ഇച്ചിച്ചി. അയ്യേ, നിന്നെ ഞാൻ കുത്തുവാടാ. അതിന് നിങ്ങൾ പോയി കുത്തിയിരി. അയ്യോ അയ്യേ അയ്യോ, നേരത്തെ കണ്ട കുഞ്ഞുമാനത്തെ വീടവിടാ. എനിക്ക് ബാത്റൂമിൽ പോകണം. പറയുന്നത് ഇല്ലേ? പോയ ഓടിയാ? അയ്യോ അയ്യോ, ഞാനും നാശമാക്കി ഇട്ടോ. ഞാനും ഉണ്ടാ. ഞാൻ പോവാ. അയ്യോ.